മീശക്കരിയെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീശക്കരിയുടെ പഠിച്ച ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കൂടി കാണാം. മീശക്കരിയെ നീന്തൽ പഠിപ്പിക്കാനുള്ള കഠിനാശ്രമത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ. അത് അദ്ദേഹം വീണ്ടും കഠിന പരിശ്രമം നടത്തുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം വേഗത നീന്തലിന്റെ ഒരുപാട് ഭാഗങ്ങൾ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. ഹലോ മുൻഷിദ്, എങ്ങനെയാണ് മീശക്കരി ഇന്ന് നീന്തക്കം പഠിക്കുമോ? അതിശക്തമായൊരു ചോദ്യം തന്നെയാണ് ശ്രീ ജംഷാദ്. എന്തായാലും മീശക്കരിയുടെ നീന്തക്കം കേരളമാകെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കുകയാണ്. ഏതായാലും നമുക്കൊരു വാർത്താ വിനിമയം തന്നെയാണ് ശ്രീ മീശക്കരി നീന്തിയത്. അപ്പോൾ മീശക്കരിക്ക് ഇപ്പോൾ ഏതാണ്ട് 20 വയസ്സിനടുത്ത ഇത്രയും പ്രായത്തിനടുത്ത് അദ്ദേഹം എന്തുകൊണ്ടാണ് നീന്തകം പഠിക്കാവുന്നത് മുൻഷിദ്? അദ്ദേഹത്തിന്റെ ചില പഠിപ്പ് കാരണം കൊണ്ട് തന്നെയാണ്. മാതാപിതാക്കൾ പുറത്തേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നീന്തക്കം പഠിക്കാൻ കഴിയാത്തത്. നാട്ടുകാരൻ മുൻഷിദിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മീശച്ചപ്പിയുടെ കഠിന ശ്രമമായുള്ള ഫലം നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മീശക്കരി എത്രത്തോളം നീന്തക്കം പഠിച്ചു എന്നറിയാൻ ഇന്ത്യ വിഷന് കൂടെ തന്നെ നിങ്ങൾ തുടരുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ന്യൂ പാകിസ്ഥാൻ മാർബിൾ, എടപ്പാൾ, കോട്ടക്കൽ, പെരിന്തൽമണ്ണ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ന്യൂ പാകിസ്ഥാൻ മാർബിൾ, രാംരാജ് കോട്ടൺ ജെട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാംരാജ്. കേരളം ഉറ്റുനോക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. മീശക്കരി ഇന്ന് കഠിന ശ്രമഫലമായി നീന്തക്കം പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശാനുമായി നമുക്ക് ചോദിക്കാം. താങ്കളാണ് മീശക്കരിയെ നീന്തൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എത്രത്തോളം നീന്തക്കം പഠിഞ്ഞു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് എന്ന് പറഞ്ഞാൽ തീരെ വെള്ളം ഹറാമായ മാതിരിയാണ് അവനെ കാട്ടില്. പക്ഷെ ഞാൻ കുറച്ചൊക്കെ നല്ല പ്രാക്ടീസ് ഞാൻ നൽകുന്നുണ്ട്, കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി 3-4 ദിവസം കൊണ്ട് ഞാൻ അവനെ നല്ലൊരു നീന്തലാക്കി മാറ്റാം. ഞങ്ങൾ മത്സരത്തിന് അടുത്ത ഒളിമ്പിക്സിന്റെ താരമായിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. അദ്ദേഹത്തിന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് ഇതിഹാസമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ഇന്ത്യ വിഷൻ വീട്ടുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കാം, താങ്കൾക്ക് ഇപ്പോൾ എത്രത്തോളം നീന്തകം പഠിഞ്ഞു? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ നീന്തക്കം പണി എനിക്കറിയില്ല. പഠിച്ചു. അപ്പോൾ ഞാൻ ആശാനാണെന്ന് വെച്ചാൽ ഞാൻ ഇവനെ പഠിപ്പിച്ചിരിക്കും. അത് എന്റെ ഒരു നന്ദി. കടന്നു വരാം. അപ്പൊ ഞാനോ എന്റെ അസിസ്റ്റന്റ് ആശാനായ ഉത്ത എങ്ങനെയാണ് മീശക്കരിക്ക് ഇത്രയും കാലത്തെ പ്രാക്ടീസിന്റെ അദ്ദേഹം നീന്തൽ പഠിക്കുമോ അതോ മുങ്ങിച്ചാകുമോ? എന്താണ് അഭിപ്രായം? രണ്ടും സംഭവിക്കാമെന്നാണ് അസിസ്റ്റന്റ് കളക്ടർ പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടായതിനാലാണ് ഇന്നത്തെ മാറ്റിവെച്ചത്. നാളെ ഇതേ സമയം വീണ്ടും പരിശീലനം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നു. മീശക്കരിയെ നീന്തൽ പഠിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ട്വിറ്ററിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ കാണാം. അത് അടിച്ചു കൊടുക്കേണ്ടത് മീശക്കരി നീന്തൽ.